നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു 3 ആഴ്ചകളായി നമ്മുടെ വീഡിയോസ് വന്നിട്ട് നമ്മുടെ വീട്ടിലൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു. അത് കാരണമാണ് വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് വരാഞ്ഞത്. പഠിത്തവും കൃത്യമായിട്ട് നടക്കുന്നില്ലായിരുന്നു. ഇതിപ്പോൾ രാവിലത്തെ കുറച്ച് കുക്കിങ്സും പരിപാടിയാണ്. അപ്പോൾ ഏകദേശം 9:30 ഒക്കെ ആയപ്പോൾ ഹസ്ബൻഡ് പോയി. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ചൊരു 1 അവർ സ്റ്റഡി ടൈം കിട്ടി. ആ സമയത്ത് ഞാൻ നോക്കിയത് വിമൻസ് കമ്മീഷനാണ്. സുപ്രധാന നിയമങ്ങളാണ് മെയിനായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ടോപ്പിക്സ് വെച്ച് തീർത്ത് വരുവാണ്. പോക്സോ തീർത്തു. ഇപ്പോൾ ഞാൻ നോക്കുന്നത് വിമൻസ് കമ്മീഷനാണ്. വിമൻസിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് വിമൻ, ആ ഒരു ഏരിയയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിമൻസ് കമ്മീഷൻ ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യയുടെ ബുക്കുണ്ട്, അത് വെച്ചിട്ടും പിന്നെ യൂട്യൂബിലെ ക്ലാസ്സസ് വെച്ചിട്ടുമാണ്. അതിനുശേഷം നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ്, ആ ഒരു ആക്റ്റാണ്. അതൊരു കുഞ്ഞ് ആക്റ്റാണ്. അത് നോക്കി അതിൻ്റെ ഒരു ബെയർ ആക്റ്റാണ്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തത് ടെലഗ്രാമിൽ നിന്നാണ്. അതിനുശേഷം ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. ആ ഒരു ടൈമിലും ഞാൻ ക്ലാസ് കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കേൾക്കുന്ന സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ്സസാണ് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞുറങ്ങുന്ന സമയത്തും ഞാൻ റിവിഷൻ ചെയ്തായിരുന്നു. അതിനുശേഷം ആഫ്റ്റർനൂൺ, അതായത് കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഒരു 2:30 to 5 ഒക്കെ എനിക്കൊരു കുറച്ച് ടൈം കിട്ടും. ആ ഒരു സമയമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിനകത്ത് ഞാൻ സുപ്രധാന നിയമങ്ങൾ തന്നെയാണ് നോക്കിയ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കൂടെ തന്നെ അട്രോസിറ്റീസ് ഉണ്ട്. ആ ഒരു ഏരിയയും നോക്കി. പോക്സോ റിവിഷൻ ചെയ്തു. പിന്നെ അതിനകത്ത് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉണ്ട്, അത് നോക്കി. അതിനുശേഷം കുറേ നേരം പഠിച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ തലയ്ക്കകത്ത് പുക വരുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതാകാൻ വേണ്ടി ഞാൻ VT ഭട്ടതിരിപ്പാടിൻ്റെ ബുക്കാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് PDF ആണ്. ഫോണിലാണ് ഞാൻ വായിക്കുന്നത്. അതിനുശേഷം വൈകുന്നേരത്തെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. കുഞ്ഞിനെ കുളിപ്പിക്കണം, തുണി അലക്കി വിരിച്ചു, അങ്ങനത്തെ പരിപാടീസൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ക്ലാസ് കേൾക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് ടൈമാണ്. ഈവനിങ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 7:30 to 8:30, 1 അവർ. അപ്പോൾ അപ്പോഴാണ് ഞാൻ PYQs പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു 100 PYQs ഒന്നിച്ചല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 എണ്ണം വെച്ച്, 10 മാത്സ്, 10 മലയാളം, 10 ഇംഗ്ലീഷ്, 10 GK, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം സമയമില്ലാത്തവർക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. 100 എണ്ണം ഒറ്റയടിക്ക് ഇരുന്ന് ചെയ്യാൻ ഒത്തിരി സമയം വേണം, ഒത്തിരി കോൺസെൻട്രേഷൻ വേണം. നമ്മുടെ കുഞ്ഞിടയ്ക്ക് നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരും. 10 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ഇല്ല. നമുക്ക് PYQs ചെയ്യുകയും ചെയ്യാം, നമുക്ക് എവിടെയാണ് തെറ്റുന്നതെന്ന് അറിയാനും പറ്റും. എന്നാൽ നമുക്ക് അങ്ങനെ ടൈം ഭയങ്കരമായിട്ട് ഇരുന്ന് ഒറ്റയടിക്ക് 1 അവർ കിട്ടാൻ പാടല്ലേ. എനിക്ക് രാത്രി മാത്രമേ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ടൈം കിട്ടത്തുള്ളൂ. ഒരു 1 അവർ അല്ലെങ്കിൽ 2 അവർ ഒറ്റയടിക്ക് ഇരുന്ന് പഠിക്കാൻ സമയം, അല്ലാത്തപ്പോഴൊന്നും കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമ്മൾ സിലബസിൻ്റെ 30% പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് PYQs സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ പഠിച്ച ഏരിയ തെറ്റുന്നത് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഇത് ഞാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചാൽ അത് തെറ്റും. അപ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പം ഏകദേശം എനിക്കൊരു 5 to 8 ആവറേജ് മാർക്ക് കിട്ടുന്നത് കേട്ടോ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ. ഇതും ചിലപ്പോൾ തെറ്റും കേട്ടോ, ചിലപ്പോൾ ഇതിലും കുറഞ്ഞു പോകും. എന്തായാലും 5ന് മേളിൽ കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് ഉയർത്തണം, ഏകദേശം ഒരു 8-9 റേഞ്ചിലൊക്കെ ആക്കണം. ഇത് രാത്രിയിലത്തെ സെഷനാണ്. രാത്രി എന്ന് പറയുമ്പോൾ 10:30 ആയപ്പോഴാണ് കുഞ്ഞിനെ ഉറങ്ങാനായിട്ടിരുന്നത്. 11 ആയപ്പോൾ അവൾ ഉറങ്ങി. അതിനുശേഷം ബുക്ക് തപ്പൽ പരിപാടി, അങ്ങനെയൊക്കെ ഒരു 15 മിനിറ്റ് പോകും. ബുക്ക് തപ്പൽ, പേന തപ്പൽ, അങ്ങനത്തെ പരിപാടീസൊക്കെ. അപ്പോൾ അതൊക്കെ നേരത്തെ എടുത്ത് വെക്കുവാണെങ്കിൽ ടൈം പോകത്തില്ല കേട്ടോ. അതിനുശേഷം അത്രയും ലേറ്റായിട്ട് ഇരിക്കേണ്ടതുകൊണ്ട് ഞാനൊരു കാപ്പി ഉണ്ടാക്കി, പിന്നെ എന്തെങ്കിലും ഒരു ചിപ്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് എടുത്തു. അതിനുശേഷം പഠിക്കാനിരുന്നു കേട്ടോ. സുപ്രധാന നിയമങ്ങൾ തന്നെയാണ് നോക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് സുപ്രധാന നിയമങ്ങളങ്ങ് തീർക്കാമെന്നാണ്. അതിനകത്ത് എല്ലാ ടോപ്പിക്സും തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. ASMന് വേണ്ടി ഇനി പ്രത്യേകിച്ച് ASMന് വേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ പഠിക്കുന്നില്ല. കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. നമ്മൾ ഇത്ര നാളും പഠിച്ചതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഓരോ ഏരിയാസ് തന്നെ സുപ്രധാന നിയമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. സുപ്രധാന നിയമങ്ങൾ ഞാൻ പഠിക്കുന്നത്, എൻ്റെ കയ്യിൽ ലക്ഷ്യയുടെ ബുക്കുണ്ട്, ആ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ടെലഗ്രാമിൽ നിന്ന് PDF കിട്ടും, ബെയർ ആക്ട് കിട്ടും, അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ. പക്ഷേ ഇത് ഞാൻ പഠിക്കുന്നത് വെച്ചാൽ ഞാൻ നമ്മുടെ ലക്ഷ്യയിലെ ബുക്ക് വായിക്കും, അതിൻ്റെ ഒരു നോട്ട് ഉണ്ടാക്കും. ആ നോട്ടൊരു 1 പേജ് നോട്ടായിരിക്കും കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ടേംസിൽ വളരെ പ്രിസൈസായിട്ടാണ് ഞാൻ എഴുതുന്നത്. ഇത് എൻ്റെ ഫോണിൽ ഞാൻ ഫോട്ടോ എടുത്തും വെക്കും, അതുപോലെ എൻ്റെ ഓൺ വോയിസിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പം തലേദിവസം രാത്രി പഠിച്ച ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ റെക്കോർഡിങ് എൻ്റെ ഫോണിലുണ്ട്. ഇനി നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ കുക്കിംഗ് പരിപാടീസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ആ സമയത്ത് ഈ തലേദിവസം പഠിച്ചത് നമുക്ക് കേൾക്കാം.
റിവിഷൻ നടക്കും. കഴിഞ്ഞ എക്സാമിന്, അതായത് സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമിനായാലും അതിന് മുന്നുള്ള എക്സാമിനാണെങ്കിലും എൻ്റെ പ്രോബ്ലം ഞാൻ റിവിഷനായിരുന്നു. അപ്പം ഇങ്ങനൊരു സംഭവം നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഏകദേശം ഒരു 3:30 4 ആയപ്പോഴാണ് ഞാൻ കിടന്നത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്.